പരിമിതികൾ ഏറെയുണ്ടെങ്കിലും അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ സുഖദർശനം ലഭ്യമാക്കുന്നതിനുള്ള പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 80,000 ഭക്തർക്കാണ് പ്രതിദിനം ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇത് പര്യാപ്തമാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. കുറ്റമറ്റ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി മുന്നോട്ട് പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമുക്ക് അമൃത TV പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ഇത്തവണ തിരക്ക് ആദ്യം തന്നെ വർദ്ധിച്ചിരിക്കുന്നു. കുറ്റമറ്റ രീതിയിൽ പരാതികൾക്കൊന്നും ഇട നൽകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡ് ഇത്തവണ കുറച്ച് മുന്നേറിയിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ പരമാവധി ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടാണ് സർക്കാരായാലും ദേവസ്വം ബോർഡായാലും അതിന് വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടായാലും ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായാലും എല്ലാം തന്നെ നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സുഗമമായ ദർശനം സാധ്യമാക്കി മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ 3 മണിക്ക് തന്നെ നട തുറന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കും. 3 മണിക്ക് കൃത്യം ഉച്ചയ്ക്ക് ശേഷം നട തുറക്കും. രാത്രി 11 മണി വരെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 16 മണിക്കൂറായിരുന്നു ദർശന സമയം. പക്ഷേ ഇപ്പോൾ തുടക്കം മുതൽ തന്നെ 18 മണിക്കൂറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ദർശനം നടത്തി തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും പരമാവധി ഒരുക്കിയിട്ടുണ്ട്. പരിമിതികളേറെയുണ്ട്. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളുണ്ട്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ ആ പരിമിതികൾക്കിടയിൽ പോലും ഭക്തർക്ക് എല്ലാവിധമായ സൗകര്യങ്ങൾ കൊടുക്കുവാനാണ് സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 10,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിനുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വരികയാണെങ്കിൽ 80,000 എന്നുള്ളത് അതിൽ വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യമുണ്ടോ? നിലവിലത് ആലോചിക്കുന്നില്ല. പക്ഷേ ഇത് തന്നെ മതിയാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 70,000 വെർച്വൽ ക്യൂ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ 70,000-ൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു 7,000-8,000 വരില്ല. അതും കൂടി നമുക്ക് തത്സമയ ബുക്കിങ്ങിലേക്ക് മാറ്റാം. അങ്ങനെ വരുമ്പോൾ 80,000 എന്ന ക്രമീകരണം മതിയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ എത്രത്തോളമാണ് ഒരുക്കിയിട്ടുള്ളത്? കുടിവെള്ളം ഞങ്ങൾ നടപ്പന്തലിലൊക്കെ കിയോസ്കുകൾ വെച്ച് ഒരുക്കുന്നുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ ജ്യോതിനഗറിൻ്റെ എവിടെയും ഒക്കെ കിയോസ്കുകൾ വെച്ച് പരമാവധി ബാരിക്കേഡിൽ ക്യൂ നിൽക്കുന്ന ഭക്തരിലേക്ക് തന്നെ വെള്ളം എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അതായത് നിരയിൽ നിൽക്കുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുന്നുള്ളത് അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ബാരിക്കേഡിൽ നിൽക്കുന്ന ഭക്തർക്കാണല്ലോ ഞങ്ങൾ വെള്ളം കൊടുക്കേണ്ടത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾക്ക് സാധ്യമാകുന്ന ക്രമീകരണങ്ങൾ ചെയ്യുവാനാണ് ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചുകൊണ്ട്. മാലിന്യ പ്രശ്നം മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യാനുള്ളത്? അതിനെ വിശുദ്ധി സേനയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു 1200ഓളം വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട്. അവരാണ് സദാ ജാഗരൂകരായി മാലിന്യങ്ങൾ അവിടെ വീഴുന്ന മാലിന്യങ്ങൾ അപ്പം തന്നെ പറക്കിക്കൂട്ട് അത് ഇവിടുന്ന് വാഹനങ്ങൾ കയറ്റി ഇൻസുലേറ്റ് കൊണ്ടുപോകുന്നൊരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയാണ്. മൃഗങ്ങൾ ഇത് കഴിക്കാനും പിന്നീട് ഈ സീസൺ കഴിയുമ്പോൾ ഒരുപാട് കാട്ടുമൃഗങ്ങൾ ചത്തൊടുങ്ങാൻ ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന മേൽശാന്തിയും തന്ത്രിയും ഒക്കെ പറയുന്നതാണ്. ദേവസ്വം ബോർഡും അക്കാര്യങ്ങളിൽ എത്രത്തോളം? ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ദേവസ്വങ്ങളിലേക്ക് ഞങ്ങൾ കത്തയച്ചു. എല്ലാ മറ്റ് ദേവസ്വങ്ങൾ പ്രസിഡന്റുമാർക്കൊക്കെ കത്തയച്ചു. എല്ലാ സ്റ്റേറ്റിലെയും മിനിസ്റ്റർമാർക്കും കമ്മീഷണർമാർക്കും ഒക്കെ ഞങ്ങൾ കത്ത് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റം കണ്ടു തുടങ്ങുന്നത്. നിരന്തരമായ പ്രചരണത്തിലൂടെ നമുക്കത് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഒരു വലിയ ഇടപെടലാണ് ശരിക്കും. ഇപ്പോൾ ചക്കുപാലത്തും പമ്പയിൽ പാർക്കിംഗ് ഒരു വലിയ ഗുണപ്രദമായിരിക്കുകയാണ്. അത് എങ്ങനെയാണ്? ഇപ്പോൾ എത്ര വാഹനങ്ങളാണ് ഇനി വർദ്ധിപ്പിക്കാനുള്ളത്? ഞങ്ങൾക്ക് നിലയ്ക്കലിൽ ഞങ്ങൾ 7,500 വാഹനങ്ങളായിരുന്നത് 2,500 കൂടി വർദ്ധിപ്പിച്ച് 10,000 ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ നിരന്തരമായ ഞങ്ങളൊരു കോടതിയോട് അഭ്യർത്ഥന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 1,500 2,000 ചെറിയ വാഹനങ്ങൾ കൂടി പാർക്കുള്ള സംവിധാനം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എരുമേലിയിൽ ഞങ്ങളൊരു 6.5 ഏക്കർ ഭവന നിർമ്മാണ ബോർഡിൻ്റെ സ്ഥലം അവർ തന്നെ പാർക്കിങ്ങായി ഒരുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. മരവണയുടെ കാര്യം കൂടി വളരെ മതിയായ ശേഖരം ഇവിടെ ഉണ്ട്. ഇപ്പം തന്നെ ഇന്ന് നട തുറക്കുമ്പോൾ 40 ലക്ഷത്തിലധികം അരവണ ഇവിടെ സ്റ്റോക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലും യഥേഷ്ടം ഭക്തർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അവരാണ് ആ കൗണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും കുറ്റമറ്റ രീതിയിൽ ഒരു പരാതികളും ഉണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും പരിമിതികളുണ്ട്. ആ പരിമിതികളെ പരമാവധി മറികടക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അമൃത TV പ്രേക്ഷകരോട് പങ്കുവച്ചത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സനൽകുമാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.